ഇത് റേഷൻ കടയിൽ നിന്ന് കിട്ടുന്ന ഗോതമ്പില്ലേ നമുക്ക്, അത് ഞാൻ 2 പാക്കറ്റ് ഇന്നിപ്പോൾ വറുക്കാൻ വേണ്ടിയിട്ട് അടുപ്പത്ത് ചെയ്തുണ്ട്. റേഷൻ കടയിൽ നിന്ന് കിട്ടിയ 2 പാക്കറ്റ് ഗോതമ്പാണ്. അപ്പോൾ ഞാനത് ഇതിനകത്ത് തന്നെ ഇട്ട് ഇത് നമുക്ക് നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം. വറുത്തെടുക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശകലം ഒന്ന് ചൂടായാൽ പറ്റില്ല കേട്ടോ. ഇതൊരു 1 മണിക്കൂർ 1.5 മണിക്കൂർ നമ്മൾ തീയിൽ വെച്ചിട്ട് നന്നായിട്ട് വറുക്കണം. വറുത്ത് നന്നായിട്ട് മൂക്കണം കേട്ടോ പൊടി. ഇത് പെട്ടെന്ന് പൊടി മൂത്തില്ലെങ്കിൽ ഇതിങ്ങനെ കുഴഞ്ഞു വരും. അപ്പം നമുക്കിത് നന്നായിട്ട് വറുത്തെടുത്തിട്ട് ഇതും കൊണ്ടൊരു അടയാണ് ഉണ്ടാക്കാൻ പോണത്. അപ്പം ഞാൻ ഇത് വറുത്തിട്ട് വരാം. ഇത് ഗോതമ്പ് പൊടി നമ്മൾ ഒരു 1.5 മണിക്കൂർ ഞാൻ വറുത്തെന്നാണ് എനിക്ക് തോന്നണേ. നന്നായിട്ട് വറുത്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അട ഉണ്ടാക്കാം. ഞാനിത് 1 ഗ്ലാസ് ഗോതമ്പ് പൊടി എടുത്ത് വെച്ചിട്ടുണ്ട് അട ഉണ്ടാക്കാൻ. പിന്നെ ലേശം ശർക്കര, കുറച്ച് തേങ്ങ. അപ്പോൾ ഈ തേങ്ങ നമുക്ക് അകത്ത് ഇട്ട് കൊടുക്കാം. ശർക്കരയല്ല കേട്ടോ ഞാനെടുത്ത് കരിപ്പട്ടിയാണ്. അപ്പോൾ കല്ലുണ്ടാകും. നമുക്ക് വെള്ളം ഒഴിച്ചിട്ട് അത് ഒന്ന് അലിപ്പിച്ചെടുത്തിട്ട് അരിച്ച് വേണം നമുക്ക് ഇതിനകത്ത് ഒഴിക്കാൻ. എന്തായാലും നമ്മൾ വെള്ളം ഒഴിച്ചാണല്ലോ കുഴക്കുന്നത്. അപ്പോൾ ഇത് അലിപ്പിച്ചിട്ട് അരിച്ച് ഒഴിക്കണം. തേങ്ങ ഇട്ട് കൊടുത്തു. ഇനി നമുക്ക് ഈ ശർക്കരപ്പാനി ഒഴിച്ചു കൊടുക്കാം. വെറുതെ വെള്ളത്തിൽ അലിപ്പിച്ച് എടുത്തുള്ളൂ. നമ്മളിത് വെള്ളം ഒഴിച്ചാണല്ലോ കുഴക്കുന്നത്. അതുകൊണ്ട് ഇനി നമുക്ക് നന്നായിട്ട് ആവശ്യത്തിന് ലേശം ഉപ്പിടണം കേട്ടോ. ഉപ്പിട്ടില്ല നമ്മൾ ഞാൻ ലേശം ശർക്കര ചേർത്തുള്ളൂ. അപ്പോൾ നമുക്ക് ഉപ്പിട്ട് കൊടുക്കാം. ശർക്കര ചേർക്കുമ്പോൾ നമ്മൾ ഒരുപാട് ഉപ്പ് ഇടരുത് കേട്ടോ. അത് നോക്കി വേണം ഇടാം. അധികമായപ്പോൾ കൊള്ളില്ല. ഇനി നമുക്ക് എല്ലാം ഒന്ന് മിക്സ് ചെയ്തിട്ട് ആവശ്യത്തിന് വെള്ളവും കൂടി ഒഴിച്ച് നമുക്ക് കുഴച്ച് കൊടുക്കാം. നമ്മളിത് എല്ലാം കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കല്ല് ചൂടായിട്ടുണ്ട്. നമുക്ക് ഒരിടയ്ക്കുള്ളത് വഴി വയ്ക്കാം. ഇതിന് മാവ് ഇച്ചിരി ലൂസായിട്ടിരിക്കണം. കട്ടിയായാൽ കൊള്ളില്ല. നമ്മൾ പൊടി വറുത്ത് വെച്ചുണ്ടാക്കുമ്പം ഈ അടയ്ക്ക് നല്ല സോഫ്റ്റായിട്ട് കഴിക്കാൻ പറ്റും. മറ്റേ പൊടി നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കൊണ്ടുവന്ന ഇതിൽ നമ്മൾ അടയൊക്കെ ഉണ്ടാക്കുമ്പം ഭയങ്കര ഒരു പൊടിയുടെ ഭയങ്കര ഒരു ഘ്രാണമുണ്ട്. അപ്പം ഇതാകുമ്പോൾ നമുക്ക് കുഴപ്പമില്ല. നല്ല ആ മണവും പോകും. നമ്മൾ ഈ പണ്ടൊക്കെ ഗോതമ്പ് അല്ലാത്ത ഗോതമ്പില്ലേ, അത് വറുത്ത് നമ്മൾ കഴിക്കുമായിരുന്നു. പണ്ട് എൻ്റെ അമ്മച്ചി ഉള്ളപ്പോഴൊക്കെ അങ്ങനെ ചെയ്യുമായിരുന്നു. ഇപ്പം ചെയ്യാറില്ല കേട്ടോ. അപ്പം അങ്ങനെ എടുക്കുമ്പം ആ വറുത്ത ഒരു ഗോതമ്പിൻ്റെ മണമുണ്ട്, ടേസ്റ്റുണ്ട് ഈ പൊടിക്ക് വറുത്തെടുക്കുമ്പോൾ. അപ്പം ഇത് അടണ്ടാക്കി കഴിക്കുമ്പോഴേ നല്ല ടേസ്റ്റാണ്, നല്ല ടേസ്റ്റ്. അപ്പോൾ പൊടി വറുത്തിങ്ങനെ വെച്ച് കഴിഞ്ഞാൽ പുട്ടുണ്ടാക്കാം, കൊഴുക്കട്ട ഉണ്ടാക്കാം, അട ഉണ്ടാക്കാം, ഇലയപ്പം ഉണ്ടാക്കാം, എന്ത് വേണമെങ്കിലും നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. അപ്പം ഇതിപ്പോൾ ഞാൻ ഇച്ചിരി വെളിച്ചെണ്ണ തൊട്ട് കൊടുത്തു. ഇനിയിപ്പോൾ ഞാനിതിൻ്റെ മുകളിലൊരു ലേശം നെയ്യ് ഒഴിച്ചു കൊടുക്കും. എനിക്ക് വെളിച്ചെണ്ണയേക്കാളും ഇഷ്ടത്തിൽ നെയ്യ് ചേർക്കുന്ന ഇഷ്ടം. അപ്പം നെയ്യുടെ ടേസ്റ്റ് ഇഷ്ടമുള്ളവർക്കും നെയ്യ് ചേർക്കാം. അതല്ല നെയ്യ് വേണ്ടെങ്കിൽ വെളിച്ചെണ്ണ ചേർത്താൽ മതി. അപ്പം ഞാനിതിനകത്ത് തുള്ളി വെളിച്ചെണ്ണയാണ് നെയ്യാണ് ചേർക്കാൻ പോകുന്നത്. അട നമ്മൾ മറിച്ചിട്ടു. നല്ല സോഫ്റ്റായിട്ടാണ് കിട്ടുന്നത്. അപ്പം സിമ്മിലിട്ടാൽ മതി. അപ്പോൾ അടിയിൽ നന്നായിട്ട് നല്ല ഉണങ്ങി കിട്ടും. കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ഇതേ നമ്മുടെ അട ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് കേട്ടോ കഴിക്കാൻ. അതുകൊണ്ട് റേഷൻ കടയിൽ നിന്ന് കിട്ടിയ ഗോതമ്പ് പൊടി ആരും കളയരുത്. ചിലർക്കത് ഇഷ്ടമില്ല. പക്ഷേ നമ്മൾ നന്നായിട്ട് വറുത്ത് എടുത്ത് ഒരു ടിന്നിൽ അടച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പുട്ടുണ്ടാക്കാൻ നല്ലതാണ്, കൊഴുക്കട്ട ഉണ്ടാക്കാൻ നല്ലതാണ്, അട ഉണ്ടാക്കാൻ നല്ലതാണ്, ഇലയപ്പം ഉണ്ടാക്കാം. സൂപ്പറാണ് കേട്ടോ. കളയരുത്, നല്ലതാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് പരീക്ഷിച്ച് നോക്കണേ. ഓക്കെ, ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.